ഹായ്, ഷോപ്പിഫൈ ഓർഡർ ഈസി ആയിട്ട് ഇന്ത്യ പോസ്റ്റിലൂടെ ഷിപ്പ് ചെയ്യാനും ഷിപ്മെൻറ്റ് സ്റ്റാറ്റസ് റിയൽ ടൈം അപ്ഡേറ്റ് ഷോപ്പിഫൈ ആയിട്ട് സിങ്ക് ചെയ്യാനും കഴിയുന്ന സൊല്യൂഷനാണ് പോസ്റ്റ്ബ്രിഡ്ജ് ബൈ പ്രോഡിനെറ്റ്. പ്രോഡിനെറ്റ് ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സൊല്യൂഷനാണ്. പ്രോഡിനെറ്റിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്. ചാറ്റിലൂടെ വരുന്ന ഓർഡർ കളക്ട് ചെയ്യാനായിട്ടുള്ള DM2 ഓർഡർ, വാട്സപ്പ് ചാറ്റ് ബോട്ട്, ഇന്ത്യ പോസ്റ്റ് ഇൻറ്റഗ്രേഷൻ സാധ്യമാകുന്ന പോസ്റ്റ്ബ്രിഡ്ജ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നുള്ളത് കാണിക്കാം. ഒരു ഡെമോ ഷോപ്പിഫൈ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് എ റിയൽ അക്കൗണ്ട്. ഞാൻ എൻ്റെ ഷോപ്പിഫൈ അക്കൗണ്ടിൽ നിന്ന് എല്ലാ അൺഫുൾഫിൽഡ് ഓർഡേഴ്സും ഫെച്ച് ചെയ്യുന്നു. 7 ഓർഡർ വന്നു. ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കുന്നു. പ്രോഡക്റ്റൊക്കെ കറക്റ്റാണെന്ന് നോക്കുന്നു. അപ്പോൾ ഈ ഓർഡറിൽ ഓൾറെഡി ഷോപ്പിഫൈയിലുള്ള ഓർഡർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷനാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യേണ്ട 6 ഓർഡറാണുള്ളത്. ഞാൻ പോസ്റ്റ്ബ്രിഡ്ജ് ഓൺ ആക്കുന്നു. ബാർകോഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് 6 സെലക്ട് ചെയ്യുന്നു. അസൈൻ ബാർകോഡ് കൊടുക്കുന്നു. 6 ബാർകോഡ് സെലക്ട് ചെയ്തിട്ട് അസൈൻ ആവും. ശേഷം ഞാൻ മാനിഫെസ്റ്റ് ഓർഡറിന് കൊടുക്കുന്നു. ഇപ്പോൾ ഓർഡർ ക്രിയേറ്റ് ആവുകയും അതിൽ ബാർകോഡ് നമ്പർ അസൈൻ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ലേബിൾ ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ ഈ ലേബിൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ സെപ്പറേറ്റ് ഇനി ബാർകോഡ് നിങ്ങൾ ഒട്ടിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്താൽ മതി. കസ്റ്റമർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫുള്ളി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതിനായിട്ട് ഷിപ്പിംഗ് ലേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലേബിളിൻ്റെ ഇത് ഉണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചത് ഇന്ത്യ പോസ്റ്റ് എന്നുള്ള ഈ ലേബിളാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാം. COD ആണെങ്കിൽ COD എമൗണ്ട് വരുന്ന പോലെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. സേവ് ചെയ്ത് വയ്ക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ടൈം ലേബിൾ എടുക്കുമ്പോൾ വന്നോളും. പിന്നെ എക്സൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ ഇന്ത്യ പോസ്റ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. API വഴി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് അല്ലെങ്കിൽ എക്സലായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എക്സലായിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഷോപ്പിഫൈയിലെ കസ്റ്റമർ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ കസ്റ്റമർ അവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ വെയർ ഹൗസ് എന്താണോ അതനുസരിച്ചുള്ള ഒരു ഡാറ്റ, ഒരു എക്സൽ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇത് നേരെ ഇന്ത്യ പോസ്റ്റിലേക്ക് ഷെയർ ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക് ഷെയർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ ഷെയർ ചെയ്തോളും. മെയിൽ ID കൊടുത്താൽ മതി. കണ്ടോ, കംപ്ലീറ്റ് കസ്റ്റമർ എന്താണോ ഷോപ്പിഫൈയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് ആ ഡാറ്റ ഫുള്ളായിട്ട് ഇവിടെ വരും. ഇനി മാർക്ക് ആസ് ഫുൾഫിൽ വിത്ത് ഷോപ്പിഫൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഈ ട്രാക്കിംഗ് നമ്പറും ഇതിൻ്റെ ട്രാക്ക് ലിങ്കും ഷോപ്പിഫൈയിൽ പോയിട്ട് അപ്ഡേറ്റ് ആവും. ഇതാണ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ വരുന്നത്. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഈ 6 ഓർഡറും അൺഫുൾഫിൽഡ് ആണ്. 2 COD ഉണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ബാർകോഡ് നമ്പർ കംപ്ലീറ്റ് ആയിട്ട് 6 ജസ്റ്റ് 1 ക്ലിക്കിൽ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ആവും. വെയിറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, എല്ലാതും ഫുൾഫില്ലായി. ഇനി ഇതിൽ ആർട്ടിക്കിൾ നമ്പർ ഉണ്ട്, ബാർകോഡ് നമ്പർ ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാക്ക് പേജിലേക്ക് പോവുകയും ചെയ്യും. ഇതേപോലെ ട്രാക്ക് പേജിലേക്ക് കസ്റ്റമർക്ക് എത്താനും പറ്റുകയും ചെയ്യും. ഇത് നിങ്ങൾ അവിടെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാട്സപ്പ് സർവീസുകളോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലിങ്ക് നമുക്ക് പാസ് ചെയ്യാം. പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ട്രാക്ക് പേജിൽ എത്തുകയും ചെയ്യും. ഇത് റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഞാനൊരു ഡെലിവേർഡ് ആയ ഓർഡറിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കൊല്ലം മെച്ചോയിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഓർഡറാണ്. അത് കുളത്തൂർ ട്രിവാൻഡ്രത്ത് പോയി ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇതേപോലെ കസ്റ്റമറിന് അവരെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ട്രാക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും. ആണോ, ഫുൾ ഇവൻറ്റ്സ് നമുക്ക് കിട്ടും. കൊല്ലം മെച്ചോയിൽ ബുക്ക് ചെയ്തു, അത് പോയി ഇവിടെ ഡെലിവറി ആയി. വാവക്കാവ് SOയിൽ ഡെലിവേർഡ് ആയി. ഫുൾ ഡീറ്റെയിൽസ് കസ്റ്റമറിന് കിട്ടും. ഇത് ട്രാക്ക് പേജ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ട്രാക്ക് ചെയ്യാം. അല്ലെങ്കിൽ നേരെ ഈ പേജിൽ വന്ന് ലാൻഡ് ചെയ്യും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ലേബിൾ ഡൗൺലോഡ് ചെയ്ത് എക്സൽ നമുക്ക് ഇന്ത്യ പോസ്റ്റിന് കൊടുത്തു. അതിനുശേഷം നമ്മളിത് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഓർഡർ ഇപ്പോൾ നിലവിൽ മാനിഫെസ്റ്റോയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി ഷിപ്പിലേക്ക് മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ സിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓർഡറിൻ്റെ റിയൽ ടൈം അപ്ഡേറ്റ് ഇന്ത്യ പോസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ ഷോപ്പിഫൈയിൽ പോയിട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇതൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഓർഡേഴ്സ് ഒന്നും ഷിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു റിയൽ അക്കൗണ്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. എനിക്ക് ഷോപ്പിഫൈ കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇത് റിയൽ അക്കൗണ്ട് ആകുമ്പോൾ ഞാൻ
കസ്റ്റമറുടെ ഡീറ്റെയിൽസും പിന്നെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസും സെല്ലറുടെ ഡീറ്റെയിൽസൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുക. സെല്ലറുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഫുൾഫിൽ ആവാത്തുണ്ടാവാൻ ചാൻസസ് കുറവാണ്, കാരണം അവർ കയ്യോടെ ഫുൾഫിൽ ചെയ്യുന്ന സെല്ലറാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ, ഇതിൽ 313 ഓർഡർ ഷിപ്പിഡിൽ നിന്ന് ഡെലിവേർഡ് ആയിട്ടുണ്ട്. 254 ഓർഡർ മാനിഫെസ്റ്റഡിൽ നിന്ന് ഷിപ്പിഡ് ആയിട്ടുണ്ട്. 56 ഇൻ ട്രാൻസിറ്റിൽ നിന്ന് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടി ഉണ്ടാവും. ഓർഡർ വൈസ് ഡീറ്റെയിൽസ് കൂടി ഉണ്ടായിരിക്കും. അൺചേഞ്ച്ഡ് ആയിട്ടുണ്ടാവും, ഡെലിവേർഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഡെലിവേർഡ് മാർക്ക് ചെയ്തൊരു ഓർഡർ നമുക്ക് എടുക്കാം. ഈ ഓർഡർ ഡെലിവേർഡ് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ആർട്ടിക്കിൾ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ പേരെടുക്കാം. ഓക്കെ, അലക്സ് ജെയിംസ്. ഈ ഓർഡർ ഇപ്പോഴാണ് ഡെലിവറി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കസ്റ്റമർ സെർച്ച് ചെയ്യുന്നു, ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസിൽ എടുക്കുന്നു. യെസ്, കണ്ടോ, ആ ഓർഡർ ഞാൻ എടുത്തപ്പോൾ ഡെലിവേർഡ് മാർക്കായിട്ടുണ്ട്. അതിൽ ട്രാക്കിംഗ് നമ്പർ അടക്കമുണ്ട്. ട്രാക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിലെത്തുകയും ചെയ്യും. സെയിം വേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് ഇന്ത്യ പോസ്റ്റിൽ എന്ത് അപ്ഡേറ്റ് ആണോ വരുന്നത് അത് റിയൽ ടൈം ആയിട്ട് അത് ഷോപ്പിഫൈയിൽ പോയിട്ട് അപ്ഡേറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഇനി COD ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അത് പെയ്ഡാക്കി മാറ്റാനുള്ള സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 7 ഡേയ്സിൻ്റെ ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് തന്നെ, നിങ്ങളുടെ ഷോപ്പിഫൈ അക്കൗണ്ട് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഡെമോ ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക ചെയ്യാം. താങ്ക് യു.